ആദ്യം ശ്രീ VPP മുസ്തഫ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ അവതരിപ്പിക്കാനിരിക്കുന്നത് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയാണ്. അത് ഒരു മൂന്നാം പിണറായി സർക്കാരിനുള്ള ആലോചനകൾ നിറഞ്ഞ രേഖയാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ഒരു ഹ്രസ്വകാല കാഴ്ചപ്പാടല്ല CPIM മുന്നോട്ട് വെക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ ലക്ഷ്യം മാത്രമാണ്. നവകേരളം എന്നുള്ളത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനം, പുതിയ നൂറ്റാണ്ടിനും പുതിയ കാലത്തിനും അനുസൃതമായി കേരളത്തെ മുന്നോട്ട് നയിക്കുക, അങ്ങനെ ഒരു വിശാലമായ വികസന കാഴ്ചപ്പാടാണ് നവകേരളത്തെ സംബന്ധിച്ച് CPIMനുള്ളത്. 3 വർഷം മുമ്പ് എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനം ആ നിലയിലാണ് CPIMൻ്റെ ഈ വികസന കാഴ്ചപ്പാട് അംഗീകരിച്ചിട്ടുള്ളത്. അത് വെറുതെ അങ്ങ് വരുന്നതുമല്ല. നമ്മുടെ ഈ കേരളം ഉണ്ടായിത്തീർന്നതിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം, വിശിഷ്യ അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഭ്രാന്താലയ സമാനമായ ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നുവെന്ന് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷിച്ചൊരു കാലമുണ്ടായിരുന്നു. അതിനെ മാറ്റിയെടുത്ത് ഇന്ന് കാണുന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ മാതൃകയായി കൊണ്ടുവന്നത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം, അതിൽ നിന്ന് തിരിതെളിച്ചെത്തിയിട്ടുള്ള ദേശീയ പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ധാരയായിട്ട് തന്നെ നിലകൊണ്ട കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയിലാണ് ഐക്യ കേരളത്തിലെ ഒന്നാമത്തെ ഗവൺമെൻറ് 28 മാസം കൊണ്ട് VMSൻ്റെ 57 ഗവൺമെൻറ് ഒരു ഫൗണ്ടേഷൻ ആധുനിക കേരളത്തിൻ്റെ സ്ഥാപിച്ചെടുത്തു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു ആധുനിക കേരളം സ്ഥാപിതമായി. പരശുരാമന്റെ തുരുമ്പിച്ച പഴയ മടുവിൽ നിന്നുള്ള കേരളത്തിനു പകരം യാഥാസ്ഥിതികത്വത്തിൻ്റെ പൂണൂൽ പൊട്ടിച്ചിറങ്ങിയ ഒരു പുതിയ കേരളത്തിൽ ഉയർന്നു വന്നു. ആ ആധുനിക കേരളം ഒരു കേരള വികസന മാതൃക ആസൂത്രണ വിദഗ്ധർക്കും സാമ്പത്തിക പണ്ഡിതർക്കും എല്ലാം വിസ്മയമായി കൊണ്ട് തന്നെ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ നിന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ, പുതിയ കാലത്തിന്, പുതിയ തലമുറയുടെ അഭിരുചികൾക്ക് അനുസൃതമായി ഒരു പുതിയ കേരളം ഉണ്ടായിത്തീരണം. ശരി, ആ നിലയിലാണ് ഭ്രാന്താലയ സമാനമായ അവസ്ഥയിൽ നിന്ന് ആധുനിക കേരളം ഉണ്ടാക്കി തീർക്കുന്നതിൽ അതിൻ്റെ അസ്ഥിവാരം ഉണ്ടാക്കി അതിനെ വികസിപ്പിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പുതിയ കാലത്തിനും ലോകത്തിനും അനുസൃതമായ ഒരു പുതിയ കേരളം, നവകേരളം എന്ന വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് നവകേരള വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കേവലമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതപര്യന്തമുള്ള കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും അനുസൃതമായിട്ടുള്ള ഒരു പുതിയ കാലത്തിന് അനുസൃതമായിട്ടുള്ള ഒരു സംഭാവനയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.